ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ശേഷം എല്ലാവരും എന്നോട് പറഞ്ഞു ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗും കൂടി എടുക്കുക, സൂപ്പറായിരിക്കുമെന്ന്. അപ്പം ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്തേക്കാം. എൻ്റെ 100ഓളം ഫ്രണ്ട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അപ്പം ഇന്നിപ്പോഴും ഇവിടെ 8:10 ഇത്തിരി ലേറ്റായി. എനിക്ക് നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ച് യൂണിവേഴ്സിറ്റിയിൽ പോകണം. അപ്പം നമുക്ക് യൂണിയും കൂടെ ഒന്ന് കവർ ചെയ്ത് എല്ലാം ഒന്ന് കണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പല്ലിച്ചിട്ട് വരാം. അപ്പോൾ കണ്ടിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ പതിയെ എൻ്റെ കലാപരിപാടി തിരുഭംഗി നോക്കുന്നു. പിന്നെ സെൽഫ് മോട്ടിവേഷൻ, നീ സൂപ്പറാടാ, എന്നെ കൊണ്ടെല്ലാം പറ്റും, സിമ്പിൾ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഇവിടെ വേറെ ആരില്ലല്ലോ. സോ നമ്മൾ മനസ്സിൽ നമ്മളെ ഹാപ്പി ആക്കുക. ഓക്കെ, നമ്മളെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കഴിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു ചായ ഒക്കെ ഇട്ട് കുടിക്കാം. ചായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. നമുക്ക് ചായ മുട്ടയും സെറ്റാക്കാം. ഇതുകൊണ്ടാണ് പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ചായ വെക്കാൻ പോകുന്നതിൻ്റെ കൂടെ നമുക്ക് 2-3 ഉടുപ്പലക്കാനുണ്ട്. അപ്പം അതുകൂടി ഇട്ടിട്ട് വരുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ലാഭിക്കാം. അപ്പം നമുക്ക് ചായ വെച്ച് മുട്ട ഉണ്ടാക്കി തുണി അലക്കി എത്തിച്ചിടാം. അങ്ങനെ നമ്മളെ അടുക്കളയിലെത്തി. നമ്മുടെ കുഞ്ഞടുക്കള വാഷിംഗ് മെഷീൻ ഇതേ നമ്മൾ തുണി ഇരിക്കുന്നു. നമുക്ക് നൈസായിട്ട് ഇതെടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇടാം. നമ്മളിപ്പോൾ പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് നൈസായിട്ട് 2 മുട്ടയും കൂടെ പുഴുങ്ങാം. നമ്മൾ പാല് നൈസായിട്ട് തിളയ്ക്കാൻ ഇടാനുള്ള ഫ്രൂട്ട്സ് അടിപൊളി കാപ്പിയാണ് നമുക്ക്. മുട്ട തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ നമ്മൾ കാപ്പി കുടിച്ചു. പിന്നെ 2 മുട്ട കഴിച്ചു. അങ്ങനെ നമ്മുടെ രാവിലത്തെ കാപ്പി നമ്മൾ സെറ്റാക്കി. ഇനിയിപ്പം നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ക്ലാസ്. അപ്പം നമുക്കൊരു ഇനി ഒരു കഞ്ഞി വെക്കണം. എന്തായാലും ഞാനിപ്പം ജസ്റ്റ് ഒരു ചായയും 2 മുട്ടയും വെച്ചപ്പോൾ തന്നെ എൻ്റെ 1 മണിക്കൂർ പോയി. എന്ത് പോക്കാ പോകുന്നത്? 10:30 ഇവിടെ സമയം. പിന്നെ എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അത് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പോയി കഞ്ഞിയും പിന്നെന്താ അച്ചാറും ചമ്മന്തിയും കഴിച്ചിട്ട് വരാം. നമ്മുടെ കഞ്ഞി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞി ചമ്മന്തിപ്പൊടി. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത്തിരി അച്ചാറും കൂടെ അങ്ങോട്ട് എടുത്ത് മിക്സ് ചെയ്യുന്നു. കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് കറക്റ്റ് വീണതിൽ ഇപ്പം സമയമുള്ളൂ. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് വരാം. അവിടെ കഞ്ഞി അത്യാവശ്യം സെറ്റാക്കി വേറെ 12-10 ഇപ്പം നമുക്ക് സമയം നമുക്ക് പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ എത്തണം. അപ്പം ഉടുപ്പ് മാറി മുഖമൊക്കെ ഇട്ടിട്ട് വരാം. അപ്പം നമ്മളൊരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് ചെറുതായിട്ട് നോക്കി. അപ്പം നമുക്ക് ഓൾറെഡി സമയം പോയി, 12:30 ആകാറായി. അപ്പോൾ നമുക്ക് 1 മണിക്കാണ് ക്ലാസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് പോയാലോ. ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 12:30 കഴിഞ്ഞു. നമുക്ക് 1 മണിക്കാണ് ക്ലാസ്. അപ്പം ഇനി ഒരു പെട്ടെന്ന് അവിടെ എത്തണം. അതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും പല യൂട്യൂബേഴ്സിൻ്റെ പല കാര്യങ്ങൾ മിക്സ് ആയിരുന്നു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ചെറിയ രീതിക്ക് താമസിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ മേക്കപ്പ് ചെയ്യും. നോ വഴീസ്. ഇതാണ് നമ്മൾ പോകുന്ന വഴിയിലത്തെ ഒരു വ്യൂ ആണ്. കൈ ചെറിയ രീതിയിലൊക്കെ ഷെയ്ക്കാവുന്നുണ്ട്. കാരണം എൻ്റെ ഗിംബലില്ല. അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് വ്ളോഗാണ്. നെക്സ്റ്റ് വ്ളോഗ് തൊട്ട് നമ്മൾ സെറ്റാക്കും. ഈ നടന്നു പോകുന്ന വഴിയിലെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണിത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടോയെന്ന് അറിയത്തില്ല. എപ്പോഴും നമ്മുടെ അണ്ണാമാരിങ്ങനെ നമുക്ക് തൊട്ടടുത്ത് കാണാം.
അണ്ണന്മാർ സ്ഥിരം എന്താ അവിടെ ഉണ്ട്. യെസ് യു ഹാവ് ലക്ക്. അവിടെ നമുക്ക് എത്ര നേരം വേണേലും നോക്കി നിൽക്കാം. കാരണം നമ്മുടെ അണ്ണന്മാരെ നമുക്ക് തൊട്ടടുത്ത് കിട്ടുന്ന സ്ഥലമാണിത്. കണ്ടോ, ഒരാൾ നൈസായിട്ട് ഇരിക്കുന്നു. കണ്ടോ, ഞാനൊന്നൊരു പേടിയില്ല. നമ്മുടെ അടുത്ത് നമ്മളതിൻ്റെ അടുത്തോട്ട് ചെന്നാൽ അതിനൊരു വിഷയമില്ല. എനിക്ക് സുഖമായിട്ട് കഴിക്കുന്നു. കണ്ടുപിടി ആപ്പിൾ തിന്നുന്ന കണ്ടുണ്ടോ ഗൈസ്? ഞാൻ തെറ്റാട്ടോ വന്ന് ഇത്ര തൊട്ടടുത്ത്. ഈ സ്ഥലം ഒരു ഫീലാണ്. അപ്പോൾ എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ അത്യാവശ്യം സമയം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം നല്ല രസമാണ്. അണ്ണാമാരിങ്ങനെ കൂടി നിൽക്കുന്നു, പോകുന്നു, ആപ്പിളെടുത്ത് വെച്ച് തിന്നുന്നു, സാധനങ്ങൾ ആൾക്കാർ കഴിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റും. നല്ല രസമാണ്. സമയം കളയാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. സമയം കളയാൻ നല്ല രസമാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു അണ്ണാനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നോക്കിക്കാൻ മതി. അണ്ണൻ അപ്പുറത്തെ പഞ്ചായത്തിൽ ചെല്ലും. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷനാണ്. ഇത് ഫ്ലാറ്റ് ഹാൾ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല ഇവിടെ. ഇതുണ്ടോ ഈ ലൈറ്റ് കത്തുന്നത്? ഈ ലൈറ്റ് കത്തുന്നിടത്ത് നമ്മൾ ഇപ്പം ഇവിടുന്ന് കടക്കുന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കും. കാരണം നമുക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. അവിടെ നമുക്കത് പാസ് ചെയ്യാം. വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്ലാറ്റ് ഹാൾ. ഇവിടെയൊക്കെ നൈസ് വ്യൂ ആണ്. ഇങ്ങനെ പീസ്ഫുള്ളാണ്. വലിയ 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 ബിൽഡിങ്സ്. ഇവിടെ നമുക്കതിന് തൊട്ടപ്പുറത്ത് ടെസ്കോ എക്സ്പ്രസ് അത്യാവശ്യം സാധനമൊക്കെ മേടിക്കാൻ. ഇതൊരു ഹൈവേ ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ട്രാഫിക്കിലൊന്നും പെടാതെ പോകാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ സബ്വേ ഉണ്ട്. ഇത് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് താഴെയായി. ഞാൻ പഠിക്കുന്നത് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മൾ ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കാണിക്കുകയില്ല. ഇതിൻ്റെ കണ്ണാടിയാണ് ഇവിടുത്തെ. പോകുന്ന വഴിക്ക് നമ്മളെ തന്നെ നോക്കിപ്പോൾ ഈ കയറ്റം പയ്യെ നൈസായിട്ട് കയറി അങ്ങ് ചെല്ലുന്നത് നമ്മുടെ യൂണിയിലേക്കാണ്. ഇത്ര നേരമായിട്ട് നമ്മുടെ ലണ്ടൻ്റെ സ്വന്തം വണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതാ വന്നു 125. ഈ എൻ്റെ വ്ളോഗിനകത്ത് നിങ്ങളെ നമ്മുടെ വണ്ടി മാത്രം കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തതേ ഉള്ളായിരുന്നു. എന്താണേലും അത് നടന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ യൂണിയിൽ വന്നു. ഇതാണ് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി ഹെൻഡൻ. ഇതാണ് മിഡിൽസെക്സിൻ്റെ ഷെപ്പേർഡ് ലൈബ്രറി. അപ്പോൾ ഇപ്പം എനിക്ക് സമയമില്ല, അതുകൊണ്ട് നമ്മൾ കോളേജിൻ്റെ വില്യംസ് ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിലാണ് എനിക്കിന്ന് ക്ലാസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ ഇറങ്ങാൻ നേരം നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ 1:05 5 മിനിറ്റ്സ് ലേറ്റാണ്. പിന്നെ ഇവിടെ സീനില്ല, നമുക്ക് ക്ലാസ് കയറിയിട്ട് ബാക്കി കാണാം. ഇതാണ് നമ്മുടെ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി ഹെൻഡൻ, ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജ്. കണ്ടിന്യൂസ് ഷിഫ്റ്റുകൾ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞത്. ഇവിടെ ചുമ്മാ ഇവിടെ 3 ആകുമ്പോൾ ഇരുട്ടാവും ഗൈസ്. മാക്സിമം 4 മണി ആകുമ്പോൾ ഇവിടെ ഇരുട്ടാവും. ഇതാണ് പ്രശ്നം. എനിക്കിവിടെ ഇപ്പം 6 മണി ആയതുള്ളൂ. പക്ഷേ 6 മണി നിങ്ങളൊന്നും എനിക്ക് ഫുൾ ഇരുട്ടായി. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. നമ്മളിങ്ങനെ നൈസായിട്ട് വീട്ടിൽ പോയിട്ട് കാപ്പി കുടിക്കുന്നു. പിന്നെ വൈകിട്ട് തന്നെ ചോറ് വെക്കുന്നു. ഇതാണ് നമ്മുടെ ഇങ്ങനെ പരിപാടി, കുഞ്ഞു പരിപാടി തരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഇടയിൽ